മൈലക്കൊമ്പ് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷനിലെ കുഞ്ഞുങ്ങൾക്ക് ആഹ്ലാദത്തിന്റെ വിളവെടുപ്പ് ദിനം. മഴക്കാല വിളയായി കുട്ടികൾ കൃഷി ചെയ്ത കുമ്പളം, മത്തൻ എന്നിവയുടെ വിളവെടുപ്പ് നടന്നു. 100 മേനി ഫലമാണ് ഇത്തവണയും കുട്ടികൾ കൃഷി ചെയ്ത് വിളയിച്ചത്. സന്തുലിത മാനസികാരോഗ്യം, സന്തോഷം, പ്രത്യാശ എന്നിവയുടെ വിത്തുകൾ വെല്ലുവിളികളുള്ള കുട്ടികളുടെ ഹൃദയത്തിലും മനസ്സിലും നിക്ഷേപിക്കുക എന്ന ലക്ഷ്യത്തോടെ നിർധനരായ കുട്ടികൾക്ക് വേണ്ടി ഇടുക്കി ജില്ലയിൽ തൈടപ്പുഴ കുമാരമംഗലം പഞ്ചായത്തിലെ മൈലക്കൊമ്പിൽ പ്രവർത്തിച്ചു വരുന്ന ആതുര സ്ഥാപനമാണ് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ. 150ഓളം കുട്ടികളെ സംരക്ഷിക്കുന്ന ഇവിടെ കോവിഡ് കാലത്താണ് കുട്ടികളുടെ മാനസികോല്ലാസത്തിന് വേണ്ടി പച്ചക്കറി കൃഷി ആരംഭിച്ചത്. 100% ജൈവ കൃഷിയിൽ നിന്നും 100 മേനി വിളവ് ലഭിച്ചതോടെ കുട്ടികൾ കൃഷി ഒരു ജീവിതചര്യയാക്കി മാറ്റുകയായിരുന്നു. പഠനം കഴിഞ്ഞുള്ള ഇടവേളകളിലും അവധി ദിവസങ്ങളിലും പയറ്, വെണ്ട, ചീര, കോവൽ തുടങ്ങി കപ്പ, ചേന, ചേമ്പ് തുടങ്ങിയവയെല്ലാം കുട്ടികൾ കൃഷി ചെയ്തു വരുന്നു. കുട്ടികളുടെ പ്രിയപ്പെട്ട ചാച്ചനും മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷന്റെ സെക്രട്ടറിയുമായ ജോഷി മാത്യുവും കുട്ടികൾക്കൊപ്പം ഇറങ്ങുന്നതോടെ കൃഷിയിടം സജീവമാകും. ഈ വർഷം മഴക്കാല കൃഷിയുടെ ഭാഗമായിട്ടാണ് ചേനയും കുമ്പളവും നട്ടത്. അതിന്റെ വിളവെടുപ്പിൽ 100 മേനി ഫലം ലഭിച്ചതിൽ ഏറെ ആഹ്ലാദത്തിലാണ് ഈ കുഞ്ഞുങ്ങൾ. മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷന്റെ അയൽവാസിയായ നീറനാൽ പ്രിൻസിന്റെ പറമ്പിലാണ് ഇത്തവണ മത്തങ്ങ കൃഷി നടത്തിയത്. പൂർണ്ണമായും ജൈവവളം മാത്രം ഉപയോഗിച്ചായിരുന്നു കൃഷി. കുട്ടികളുടെ അധ്വാനത്തിന് 100 മേനി ഫലം നൽകിയിരിക്കുകയാണ് ഭൂമി. വിളവെടുത്ത മത്തങ്ങയും കുമ്പളങ്ങയും സ്ഥാപനത്തിന്റെ ആവശ്യത്തിന് എടുത്ത ശേഷം പുറത്തുള്ളവർക്ക് കൊടുക്കുമെന്ന് ജോഷി മാത്യു പറഞ്ഞു. പ്രിയമുള്ളവരെ, ഞങ്ങൾ വളരെ സന്തോഷത്തിലാണ്. ഞങ്ങളുടെ മഴക്കാല കൃഷിയുടെ വിളവെടുപ്പാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുക. കുറച്ച് മത്തനും കുമ്പളവുമാണ് ഞങ്ങൾ കൃഷി ചെയ്തത്. തമ്പുരാൻ സഹായിച്ച് നല്ല വിളവ് കിട്ടിയതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാണ് MCFലെ കുഞ്ഞുമക്കൾ. ഇത് ഇപ്പോൾ ആരുടെയൊക്കെയാണ് നന്ദി പറയണതെന്ന് എനിക്കറിയത്തില്ല. തമ്പുരാനോട് തീർച്ചയായിട്ടും നന്ദി പറയുന്നു. നമ്മുടെ കഷ്ടപ്പാടുകൾക്കെല്ലാം എപ്പോഴും പ്രതിഫലം തരുന്നത് അവിടുത്തെ കരുതലും കാവലുമാണ്. ദൈവത്തിന് നന്ദി. പിന്നെ ഇത് കൃഷി ചെയ്യാനായിട്ട് ഈ ഭൂമി സൗജന്യമായിട്ട് മദർ ആൻഡ് ചൈൽഡ് ഫൗണ്ടേഷൻ തന്നത് നീർനാലെ റിൻസും ഹണിമോളുമാണ്. അവർ റബ്ബർ വെട്ടി പറമ്പ് ഒഴിവായി കഴിഞ്ഞപ്പം നമുക്കിഷ്ടമുള്ള കൃഷി ചെയ്തോളാൻ പറഞ്ഞു. ഞങ്ങൾ ആദ്യത്തെ കൃഷി കപ്പ നട്ടു. അത് മനോഹരമായ വിളവ് തന്നു. അതിനുശേഷം കപ്പ പറിച്ചു കഴിഞ്ഞപ്പോൾ മഴക്കാലം തുടങ്ങിയ ആ സമയത്ത് ചുമ്മാ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ മത്തയും കുമ്പളവും കൂടി ഇട്ടതാണ്. അതും ഞങ്ങൾക്കിപ്പോൾ കണ്ണു നിറയെ കാണാൻ പാകത്തിന് നല്ല വിളവ് തന്ന് തമ്പുരാൻ സഹായിച്ചു. ഇത്തരണത്തിൽ ഞാൻ ഉമ്മച്ചൻ ചേട്ടൻ 62 വയസ്സുള്ളൊരു ഉത്തമ കൃഷിക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യവും സ്നേഹവും കഠിനാധ്വാനവും ഞങ്ങളുടെ കുഞ്ഞുങ്ങളോട് കൂടി ഉണ്ടായിരുന്നു. മക്കൾ ഇത് നടാനും അതിൻ്റെ കള പറിക്കാനും വളവിടാനും ഒക്കെ അവർ സഹായിച്ചു. ഇപ്പോൾ വിളവെടുപ്പിനും അവർ സഹായിച്ചു. ബാക്കിയുള്ള കൃഷി കാര്യങ്ങളെല്ലാം നോക്കി നടത്തി തന്നത് ഉമ്മച്ചൻ ചേട്ടനാണ്. എന്തായാലും ഞങ്ങളിത് വളരെ ജൈവികമായ രീതിയിൽ ഓർഗാനിക്കായിട്ടുണ്ടാക്കിയ പച്ചക്കറി, ഓർഗാനിക്കായിട്ടുണ്ടാക്കിയ മത്തങ്ങയും കുമ്പളങ്ങയാണ്. ആദ്യം അടിവളമായിട്ട് കുറച്ച് ചാണകപ്പൊടിയും കോഴിവളവും മിക്സ് ചെയ്ത് തൈ നട്ടു. അതിനുശേഷം അത് വളർന്നു വന്നപ്പോഴും വീണ്ടും വളം ചെയ്തു. പിന്നീട് ജൈവ ഇലവളം കൊടുത്തു. ഇത്രയൊക്കെയാണ് ഞങ്ങൾ കൃഷിയിൽ അനുവർത്തിച്ചത്. എന്തായാലും വളരെ സമൃദ്ധമായ വിളവ് തന്ന് ഞങ്ങളുടെ ഈ ഉദ്യമത്തെ സഹായിച്ചതിന് ഒത്തിരി സന്തോഷമുണ്ട്. അതോടൊപ്പം തന്നെ ഇത് ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞുള്ള സാധനങ്ങളുള്ളതുകൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഈ മത്തങ്ങയും കുമ്പളങ്ങയും ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വന്ന് കൊണ്ടുപോകാവുന്നതാണ്. തികച്ചും ഓർഗാനിക്കായിട്ടുള്ള മത്തങ്ങയും കുമ്പളങ്ങയാണ്. മറ്റ് രാസവളങ്ങളോ കീടനാശിനികളോ ഒന്നും ഇതിന് ഉപയോഗിച്ചിട്ടില്ല. പച്ചക്കറി കൃഷി കൂടാതെ വിവിധ തരം പൂച്ചെടികൾ, വൃക്ഷത്തൈകൾ, പച്ചക്കറി വിത്തുകൾ, പച്ചക്കറി തൈകൾ ഇവയെല്ലാം ഉൽപ്പാദിപ്പിച്ച് ആവശ്യക്കാർക്ക് വിതരണം ചെയ്യുന്നുമുണ്ട്. സ്കൂൾ, കോളേജ് വിദ്യാഭ്യാസത്തോടൊപ്പം കൃഷിയും സംഗീതവും കായിക വിനോദങ്ങളും പ്രകൃതിയോട് ചേർന്നുള്ള ജീവിത ശൈലിയും പലവിധ ജീവിത ക്ലേശങ്ങളിൽ നിന്നും വന്ന കുട്ടികളുടെ മാനസിക ശാരീരികാരോഗ്യവും സന്തോഷവും മെച്ചപ്പെടുത്തുന്നുണ്ടെന്ന് അധികൃതർ പറയുന്നു.